മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളുടെ സംസ്കാരം അത് ഒരു വെല്ലുവിളിയാണ്. കാരണം അത് നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന്റെ സാഹചര്യങ്ങൾ കൂടിയാണ് മന്ത്രി വിശദീകരിച്ചത്. എന്തായാലും ഇന്ന് കൂടുതൽ സംസ്കാരങ്ങൾ ഉണ്ടാകുമെന്ന് കൂടിയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ചാലിയാറിൽ ഇന്നും തിരച്ചിൽ തുടരുകയാണ്. കാരണം ചാലിയാറിലെ തിരച്ചിൽ വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് ദൗത്യസംഘം ഇതുവരെ നടത്തിയത്. ഇന്നലെയും മൃതദേഹ അവശിഷ്ടങ്ങളും മൃതദേഹമൊക്കെ അവിടുന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. എസ് വിനേഷ് കുമാറുണ്ട്. വിനേഷ്, ചാലിയാറിന്റെ പരിസരത്തെ തിരച്ചിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ചാലിയാറിലേക്കാണ് ഈ അപകടത്തിന് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ അവിടെ മൃതദേഹം ഇവിടെ ഒഴുകിയെത്തിയെന്നതാണ് പരിശോധിക്കപ്പെടുന്നത്. അവിടുത്തെ ഇന്നത്തെ ഒരു പരിശോധനാ രീതി എന്താണ്? ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് പ്രദേശവാസികളുടെ ചെങ്ങാടത്തിൽ പോയുള്ള പരിശോധന, അങ്ങനെയുള്ള പരിശോധനകൾ തന്നെയാണോ ഇന്ന് നടക്കുന്നത് അവിടെ? സജിത്ത്, ഇന്ന് പരിശോധന നടക്കുന്നുണ്ട്. ഫയർഫോഴ്സും മറ്റുള്ള സന്നദ്ധ സംഘടനകളാണ് പ്രധാനമായും ഇന്ന് പരിശോധന നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ആളുകൾ പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പോലെ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ എന്തായാലും നടക്കുന്നില്ല. എങ്കിൽ പോലും ഒറ്റപ്പെട്ട രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ലഭിച്ച മൃതദേഹം എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് വയനാട്ടിലേക്ക്. ഒപ്പം തന്നെ ഇവിടെ ഇപ്പോൾ നിരവധി മൃതദേഹങ്ങളും ഒപ്പം തന്നെ ശരീരാവശിഷ്ടങ്ങളും ഇവിടെ നിന്ന് ലഭിച്ചിരുന്നു. ഇതെല്ലാം തന്നെ കൃത്യമായും തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്, സംസ്കരിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ മൃതദേഹങ്ങൾ വരാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ പുഴയിലൂടെ ഒഴുകി വരാനുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇവിടെ പരിശോധന നടത്തുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പോലുള്ളൊരു പരിശോധനയല്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ചില ഭാഗങ്ങളിൽ മാത്രമാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് മുക്കം കടവിലാണ്. അതായത് ചാലിയാർ പുഴയുടെ മുണ്ടേരിക്കും ഇടയിലുള്ള, ചാലിയാർ പുഴയിൽ മുണ്ടേരിക്ക് അടുത്തുള്ള മുക്കം കടവിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ മുക്കം കടവിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ മലയുടെ അടിവാരത്തു കൂടെയാണ് ചാലിയാർ പുഴ ഒഴുകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചത്, ഈ ഭാഗങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഇപ്പോൾ പരിശോധനയുള്ളത്. എന്തായാലും പരിശോധന ഒരു 3 മണിവരെയെങ്കിലും പരിശോധന ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാട്ടിലിറങ്ങിയ 18 പേർ സുരക്ഷിതരായി വയനാട്ടിൽ തന്നെ തിരിച്ചെത്തി എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത കൂടി നമുക്ക് പങ്കുവെക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം അവർ കാട്ടിലകപ്പെട്ടിരുന്നു. 18 പേരുടെ കയ്യിലും ഭക്ഷണവും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. യഥാസമയം ഇവരെ ആശയവിനിമയം നടത്താനും കഴിഞ്ഞിരുന്നു. എങ്കിൽ പോലും ഇവരെ കൃത്യമായി തന്നെ വയനാട്ടിൽ എത്തിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ വയനാട്ടിൽ ഇവരെ എത്തിയിട്ടുണ്ട്. ഈ 18 പേരും വയനാട്ടിൽ എത്തി എന്നുള്ളതാണ് ഇന്ന് രാവിലെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവിടെ ഇപ്പോൾ കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സാമൂഹ്യ പ്രവർത്തകരും മറ്റുള്ള ജീവൻ രക്ഷാ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വളരെ കുറവാണ് ആളുകൾ. ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. സജിത്ത്, യെസ്, അതാണ് ചാലിയാറിൽ ഇന്നും പരിശോധനയുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസേന പോലെയുള്ള കാര്യക്ഷമമായ ആ തരത്തിലുള്ള വിപുലമായ ഒരു പരിശോധനാ രീതികൾ അവിടെ നടക്കുന്നില്ല. അതാണ് വിനീഷ് സൂചിപ്പിക്കുന്നത്. വയനാട് ദൗത്യം പുരോഗമിക്കുകയാണ്. പരിശോധന ഒരു തരത്തിലും നിർത്തില്ല. ചില തെറ്റിദ്ധാരണപരമാകുന്ന വാർത്തകൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് സർക്കാരും വിശദീകരിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിർണായകമാണ്. കാരണം പുനരധിവാസ സാധ്യതകൾ എങ്ങനെയെന്ന ചർച്ചയിലേക്ക് നമുക്ക് കടക്കേണ്ട സമയമാണ്. അത്തരം ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നതും. അത് ഗൗരവത്തോടെ കൊണ്ടുപോകട്ടെ. പുതിയ ടൗൺഷിപ്പ് രൂപീകരണം അടക്കമുള്ള ഗൗരവമുള്ള വലിയ വെല്ലുവിളി ഏറ്റെടുക്കണം. അതിന് കൂടുതൽ സഹായം വേണം. അങ്ങനെ എല്ലാവർക്കും ഒത്തുചേർന്നുകൊണ്ട് പുതിയൊരു വയനാടിനെ രൂപീകരിക്കാം. വയനാട്ടിൽ എല്ലാം നഷ്ടമായ സഹോദരങ്ങൾക്ക് നമുക്കും കരുതൽ ഒരുക്കാം.